അങ്ങനെ നമ്മൾ വീണ്ടും മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുക. കഫേ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്ലോസ് ആയി സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ? അല്ലെ, കുറച്ച് സമാധാനമായിട്ട് മിണ്ടിയും പറഞ്ഞു ഏറ്റവും സമാധാനമായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കൂടി ഇരുന്ന് മിണ്ടിയും പറഞ്ഞും ഇരിക്കാനും പിന്നെ അത്യാവശ്യം കുശുംകുങ്കുന്നായ്മയും പറയാനും ഒക്കെ പറ്റിയ സ്ഥലം. അതെ, കുറച്ച് റൊമാൻസ് ചെയ്യാനും പറ്റിയ. അപ്പൊ നമ്മുടെ പുത്തൻ സിനിമ വരികയാണ് ഡിസംബർ 25 ക്രിസ്മസിന്. നമ്മൾ ഓഡിയൻസിനെ സനലും ലീനയും നമ്മുടെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഉണ്ണിയും അപർണയുമായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ക്ഷണിക്കുകയാണ്. അതെ അതെ, ഇവരെ മിണ്ടുകയും പറയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ രണ്ടുപേര്. അതിൽ ഒരാള് സ്ക്രിപ്റ്റ് ആയിരുന്നു, രണ്ടുപേരും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് അരുൺ ബോസ്, മൃദുലും അരുണും ചേർന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ മിണ്ടിയും പറഞ്ഞും ശരിക്കും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ? ഞാൻ ഒറിജിനലി ഇതിന് മുന്നേ ചെയ്ത പടം ലൂക്കയാണ്. ഞങ്ങൾ ഒരുമിച്ച് എഴുതിയതും ഞാൻ സംവിധാനം ചെയ്തതായിട്ടുള്ള എൻ്റെ കഴിഞ്ഞ പടം ലൂക്കയാണ്. അതിലും ഒരു കോൺവെർസേഷനിലൂടെ തന്നെയാണ് റിലേഷൻഷിപ്പ് എല്ലാം പ്രോഗ്രസ് ചെയ്യുന്നത്. എനിക്ക് റിലേഷൻഷിപ്പ് ഡ്രാമാസ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം ബിഫോർ സൺസെറ്റ് സീരീസ് ഒക്കെ ആയാലും ബ്ലൂ വാലന്റൈൻ തുടങ്ങി ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയ ഇത്തിരി നേരം വരെ കോൺവെർസേഷണൽ ഡ്രാമാസ് ആണ്. പക്ഷെ നമ്മുടെ ഒരു പ്യുവർ കോൺവെർസേഷണൽ ഡ്രാമയല്ല എങ്കിൽ ഒരു കപ്പിളിന്റെ ഇടയ്ക്കുള്ള അവരുടെ മൊമെന്റ്സ് പല സമയത്തും പല കാലഘട്ടത്തിലും ഒക്കെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. അപ്പൊ ഇവരുടെ കോൺവെർസേഷനിൽ തന്നെയാണ് ഇവരുടെ സംഭാഷണങ്ങളോട് തന്നെയാണ് സിനിമയുടെ നറേറ്റീവ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കപ്പിൾസിന്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇതിനെ ഊട്ടിയുറപ്പിക്കുന്ന ഘടകം, എന്താണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം, അതിലുള്ള കോൺവെർസേഷൻസ് അല്ലേ. കോൺവെർസേഷൻസ് ഇല്ലാതെ എന്ത് റിലേഷൻഷിപ്പ് ആണുള്ളത്? ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു സ്വഭാവത്തിൽ നിന്നാണ് നമ്മൾ പേരിലേക്ക് എത്തിയത്. ഇല്ല, ബേസിക്കലി ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു രണ്ട് പേരുടെ പ്രണയമാണ് സിനിമയിൽ പറയുന്നത്. അപ്പൊ അത് ഒരു വളരെ ലീനിയർ ആയിട്ടോ ക്രോണോളജിക്കലായിട്ടോ ഒന്നും പോവാതെ അവരുടെ വിവാഹത്തിന് ശേഷമുള്ള പ്രണയം, വിവാഹത്തിന് മുൻപുള്ള പ്രണയം, അവര് ഫേസ് ചെയ്യുന്ന കോൺഫ്ലിക്ട്സ്, അവര് കടന്നു പോകുന്ന സ്ട്രഗിൾസ്, ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നമ്മൾ സിനിമയ്ക്ക് പഠിച്ചിരുന്നത്. അപ്പം ഇതിൽ കോൺവെർസേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ് കുറവാണ്. പക്ഷെ നമ്മുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ടൈറ്റിൽ തുടങ്ങുമ്പോൾ മുതൽ എൻട്രൻസ് റോൾ ചെയ്യുമ്പോൾ പോലും ഇവരുടെ ഇടയിലുള്ള കോൺവെർസേഷൻസ് ആണ്. അത് ഹൈലി റിലേറ്റബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിലും നമുക്ക് വളരെ റിലേറ്റബിൾ ആയിരുന്നു. കാരണം നമുക്കൊരു ഫാമിലി ഉണ്ട്, നമ്മളൊരു കപ്പിളാണ്. അപ്പം അതിൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന കോൺവെർസേഷൻസ്, അരുണും മിനുവും തമ്മിലുണ്ടാവുന്ന കോൺവെർസേഷൻസ്, അങ്ങനത്തെ ഇതൊക്കെയാണ് ഇത് ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ലീഡ് ചെയ്യുന്ന സംഭവങ്ങളിലൂടെ പോയി ആണ് ആ സിനിമ, അങ്ങനെയാണ് അത് അൺറോൾ ചെയ്യുന്നത്. അതാണ് മിണ്ടിയും പറഞ്ഞത്. ഈ കഥയുടെ തിരക്കഥ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പല സിറ്റുവേഷൻസും പല കോൺവെർസേഷനെത്തും നമ്മളൊരു നിമിഷം ചിന്തിച്ചിരുന്നു, ഓക്കെ ഇതൊക്കെ നമ്മൾ തമ്മിൽ ഞാനും എൻ്റെ പാർട്ട്ണറും അല്ലെങ്കിൽ മൃദുലിന്റെ പാർട്ട്ണറുമായിട്ട് സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു പോയിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെ അല്ലേ എന്ന്. അത് തന്നെ ഒന്ന് ഈ കഥാപാത്രങ്ങളോട് വീണ്ടും റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് സിനിമയിലൂടെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഈ ലൂക്ക പോലെ ഒരു നോൺ ലീനിയർ സിനിമയാണ്. ഒരു ലീനിയർ രീതിയിൽ പറഞ്ഞു പോകുന്ന സിനിമയല്ല. എങ്കിൽ പല മെമ്മറീസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഈ മെമ്മറികൾക്കൊരു സ്വഭാവമുണ്ട്. മെമ്മറികൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ലല്ലോ. മെമ്മറികൾ പല രീതിയിൽ പലപ്പോഴായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. കഥയുടെ നറേറ്റീവിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പല പോയിന്റുകളിലും അതിനൊരു ലീനിയർ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാവണം നിർബന്ധമില്ല. അതുപോലെ നമ്മൾ അതിനെ ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. ഈ എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും ഇതെന്താണ് ഇതിന്റെ ഒരു ഈ ഇങ്ങനെ കഥ പറയുന്ന എന്താണെന്നുള്ളതിലേക്ക് പ്രേക്ഷകർ വരാൻ സാധ്യതയുണ്ടാവും. ചിലപ്പോ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അവർ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇത് ഏത് സമയത്ത് നടക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് കിട്ടും. ഇത് ഇപ്പൊ വിജിത പറഞ്ഞ പോലെ ട്രിഗർ, നമ്മുടെ ഓർമ്മയെ ട്രിഗർ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോ ചിലപ്പോ നാളെ നമ്മൾ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്ന ഇതായിരിക്കും. പക്ഷെ ഇത് ഒരിക്കലും ക്രോണോളജിക്കലി ഞാൻ ആയിരിക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ജംഗ്ഷൻ കാണുമ്പോൾ എന്റെ 10 വർഷം മുമ്പുള്ള എന്തെങ്കിലും ഓർമ്മയായിരിക്കും. എക്സാക്ട്ലി സെയിം പാറ്റേണിലാണ് ഒരാളുടെ ഓർമ്മകൾ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയാണ് നറേറ്റീവ് വന്നു പോകുന്നത്. രണ്ടുപേരുടെയും പല ഓർമ്മ, പല സമയത്തുള്ള ഓർമ്മ, എന്നാൽ ഇവർ ഒരുമിച്ചുള്ള ഓർമ്മ. എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ
ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യമല്ലേ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും അല്ലെ. ഇപ്പൊ ലൂക്ക സിനിമ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമ കണ്ട് വീട്ടിൽ പോകുന്ന ഒരു പ്രേക്ഷകൻ അവരുടെ പാർട്ണറെ കെട്ടിപ്പിടിച്ചൊന്ന് കിടന്നുറങ്ങിയാൽ അത്രയും സന്തോഷമാവും. കാരണം അടിപൊളി പരിപാടി പറഞ്ഞു. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയുടെ കേസിലും അതുപോലൊക്കെ തന്നെയാണ്. ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ ഈ മൊമെന്റുകൾ ഇത് എന്റെ ലൈഫിന്റെ ഭാഗമാണല്ലോ, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻസ് ഒക്കെ തന്നെയാണല്ലോ എന്ന് ചിന്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ വിജയം ആസ് എ ക്രിയേറ്റർ. നമ്മൾ ക്രോണോളജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം, ഇപ്പൊ വന്നൊരു മെമ്മറിയാണ്. അപ്പൊ അത് ഒരിക്കലും ഈ കെട്ടിപ്പിടിച്ച് ഇത് ചെയ്തിരുന്നെങ്കിലും നമ്മൾ എഴുതുന്ന സമയത്തും സിനിമ മേക്ക് ചെയ്ത സമയത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂക്ക ഇറങ്ങി കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് എനിക്ക് അയച്ചൊരു മെസ്സേജ് തന്നെ, പടം കണ്ടിറങ്ങി ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച ഒരു 2 വീലറിലാണ് കെട്ടിപ്പിടിച്ചിരുന്നാണ് പോയത്, എനിക്കത് കഴിയുമ്പോൾ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചേട്ടനോട് പറയുന്നത് നമ്മള് വെറുതെ പറഞ്ഞായിരുന്നെങ്കിലും നെറ്റ് വർക്ക്. അപ്പൊ ഇതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴും ചിലപ്പം നമ്മൾ കെട്ടിപ്പിടിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല, പക്ഷെ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇത് ഇത് എന്റെ ഒക്കെ സംഭവമാണല്ലോ എന്ന് തോന്നുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പൊതുവെ പ്രണയ ചിത്രങ്ങൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഫിലിംസിനെ ഭയങ്കരമായിട്ട് പൈങ്കിളി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. വേറെ ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരാശി അല്ലെങ്കിൽ ഏത് സ്പീഷീസിന്റെയും തുടക്കം മുതൽ പ്രണയത്തിൽ തന്നെയാണ് എല്ലാത്തിന്റെയും തുടക്കം. ഈ എങ്ങനെ 2 ഡിഫറെന്റ് സ്പീഷ്യസ്, ആക്ച്വലി മാൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന 2 ഡിഫറെന്റ് സ്പീഷ്യസ് ഇവരെ ഒരുമിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ ഇടയ്ക്ക് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഓരോരുത്തർ നേടുന്നത് തന്നെ. അതെല്ലാവർക്കും എഗ്രി ചെയ്യാൻ, ഓഡിയൻസിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും എഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പരിപൂർണമായിട്ടും പറയാം. ഉദാഹരണത്തിന് ഞാൻ പറയാറുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഞാനും എന്റെ പാർട്ട്ണർ മീനുവും കല്യാണത്തിന് മുന്നേ ഞങ്ങൾക്കറിയാം, കല്യാണ ശേഷവും ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്പേസ് ഷെയർ ചെയ്ത സമയം. അതായത് ഞങ്ങൾ എറണാകുളത്ത് വന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു സ്പേസ് ഷെയർ ചെയ്ത് താമസം തുടങ്ങിയ ശേഷം ഉണ്ടായ കോൺവെർസേഷൻസിലൂടെയാണ് ഞങ്ങൾ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും അടുത്തറിയുക. അതിനു മുന്നേ നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിന് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ ഞങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറയുന്നത് കൺസീവായി ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീം വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞിനായിട്ടാണ്. അതാണ് ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ടീം വർക്ക്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കോൺവേഴ്സ് ചെയ്ത സബ്ജക്റ്റും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റും കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ എലിമെന്റ്സ് ഒരു കപ്പിളിന്റെ ഇടയ്ക്കുള്ള കപ്പിൾ ഫൈറ്റിനെ നമ്മൾ പലപ്പോഴും ഇപ്പൊ അതിനകത്ത് ഒരാൾ മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം. അത് വളരെ ടോക്സിക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും എന്തുകൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കേസിൽ എക്സ്പ്ലോർ ചെയ്യുകയും അത് നയപരമായി പറയേണ്ട കാര്യം നയപരമായിട്ട് പറയുകയും ചിരിച്ചുകൊണ്ട് പറയേണ്ട കാര്യം ചിരിച്ചുകൊണ്ട് പറയുകയും ഈ ഒരു കോൺവെർസേഷനും അറ്റാച്ച്മെന്റ് കപ്പിൾസിന്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റബേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബോണ്ട് എക്കാലവും നിലനിൽക്കുന്ന ഒരു ബോണ്ടായിട്ട് നിൽക്കും എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഈ പ്രണയ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന നേരത്തെ പറഞ്ഞ സിനിമകളുണ്ടല്ലോ, ഒരു പക്ഷേ ബിഫോർ സൺസെറ്റ് സീരീസ്, ബിഫോർ സൺസെറ്റ് ബിഫോർ മിഡ് നൈറ്റ് ആ സീരീസ്, ബ്ലൂ വാലന്റൈൻ, ഇതിലൊക്കെയുള്ള ഇതിന്റെ കോൺവെർസേഷനിലൂടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അതിലൂടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ശരിക്കും നമ്മുടെ സിനിമയിലും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലേ. ഒരു കപ്പിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പക്കയാണ് മിണ്ടിയും പറഞ്ഞു എന്നുള്ള പോലെ. കാരണം മിണ്ടിയും പറഞ്ഞ് അവരിയ്ക്കുമ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഝഗട വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് തീർക്കാനും മിണ്ടിയും പറയുന്നുണ്ട് അല്ലേ. കപ്പിൾസിന്റെ ഇടയിൽ മാത്രമല്ല, ഇപ്പൊ എല്ലായിടത്തും സംഭവം ലൈവ് ആവുന്ന എങ്ങനെയാണ്, മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോഴാണ്. വിജിത വരുന്ന ക്ലബ് എഫ് വിജിത ഡെയിലി ഡേ ടു ഡേ ദിവസം മുഴുവൻ പോകുന്നത് മിണ്ടിയും പറഞ്ഞു ക്ലബ് എഫ് സംസാരിച്ചവർക്കും ഈ മിണ്ടിയും പറഞ്ഞു ആ പേര് കൊണ്ടും ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെല്ലാരും റിലേറ്റ് ചെയ്ത് പടം കാണാൻ വന്നു കഴിഞ്ഞാൽ ശരി. ഞങ്ങള് 2 men are talking, 2 ആണുങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ വിമൻ പോയിന്റ് ഓഫ് വ്യൂ, ബീങ് എ വൈഫ്, ഒരു അതേപോലെ തന്നെ ഒരു RJ, നിങ്ങളുടെ ഇടയ്ക്കുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്സ്
ഇല്ല മിണ്ടിയും പറഞ്ഞു എന്നൊരു ആസ്പെക്ടിനെ പറ്റി വിജയ്ക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തല്ലുകൂടൽ ഇല്ലാതെ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ല എന്നുള്ളത് സത്യമാണ്. അതില് നമുക്ക് ശബ്ദം ഉയർത്താൻ തോന്നിയാൽ അതിൽ എന്തോ ഈ ആള് നമുക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ശബ്ദം ഉയർത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കും. അല്ല, അതേപോലെ ഈ വഴക്കുകളും അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും ഒരാളുടെ ഒരു കോംപ്രമൈസും പിന്നെ ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള എന്താ പറയുക കോൺവെർസേഷൻസും ഒക്കെ നിറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെയൊക്കെ ലൈഫ്. എന്റെ ലൈഫും അങ്ങനെ തന്നെയാണ് പോകുന്നത്. നല്ല അടിപൊളി അടി ഉണ്ടാവാറുണ്ട്, സംശയമില്ല. എല്ലാ റിലേഷൻഷിപ്പും ബേസിക്കലി രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഒന്ന് വിട്ടുകൊടുക്കുന്നത്, ഒന്ന് സംസാരിക്കുന്നത്. കൊടുക്കുക, സ്നേഹിക്കുക, ഇത് രണ്ടുമാണ് ഈ സംഭവങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത്. അത് ഈവൻ അതൊരു പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഈവൻ പേരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന രണ്ട് ആസ്പെക്റ്റുകളാണ്. ഇപ്പം നമ്മളുടെ സിനിമയിൽ സംസാരിക്കുന്നത് ഈ രണ്ട് ആസ്പെക്റ്റുകൾ തന്നെയാണ്. ഒരു ദമ്പതികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു കപ്പിളിന്റെ ഇടയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്രണയം. അത് ഇപ്പം അരുൺചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയം ഭയങ്കരയാണോ ചോദിച്ചാൽ പ്രണയം ഭയങ്കരയാണ്. പ്രണയത്തിൽ പെടുന്നത് വളരെ ഭയങ്കര സ്വഭാവമായിരിക്കും. അത് എത്ര സീരിയസ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അപ്പം നമ്മൾ ആ ആസ്പെക്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മള് എന്താ പറയണ്ട, ഒരു ഗിവിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക ഇമ്പോർട്ടൻസ് എന്നുള്ളതല്ല, അത് റോൾ, അതെന്താണ് ഒരു റിലേഷൻഷിപ്പിലുള്ള റോൾ എന്നൊക്കെ വളരെ ഓർഗാനിക്കലി സിനിമയിൽ വന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം അത് നമുക്ക് പ്രോബ്ലി കഥയെ കുറിച്ച് നമുക്ക് അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ സ്റ്റിൽ ഇതൊക്കെയാണ് നമ്മൾ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ടിന്റെ എന്താ പറയാ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൽ പെയ്യുന്ന മഴ കൂടിയാണ് അല്ലേ? ആ പാട്ടിന്റെ വേറൊരു പ്രത്യേകത കൂടി പറയട്ടെ. ആ പാട്ടിൽ നമ്മുടെ ഹീറോയിനും വില്ലനും ഉണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോ ഓഡിയൻസിന് മനസ്സിലാവും. ഒരു വില്ലനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി ചെയ്തൊരു പാട്ടാണ് നീയെ നെഞ്ചിൽ. അതെ. അപ്പൊ ഈ പറഞ്ഞ മൂവിയുടെ പാട്ട് കുറച്ചായി വന്നിട്ട് അത് കണ്ടവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ. സിനിമ ഇറങ്ങുന്ന ഇപ്പൊ പാട്ടിൽ വില്ലൻ റൊമാൻസിന്റെ ആസ്പെക്ട് ആയിട്ടിരിക്കും നിൽക്കുക. അപ്പോൾ സിനിമയിൽ ആ വില്ലനായിട്ട് തന്നെ ഓഡിയൻസിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ. ഓക്കെ നൈസ്. എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് അറിയാം. ഞാൻ അവിടെ വന്നപ്പോ മധു സാറാണ് ഇതിന്റെ ക്യാമറ ചെയ്തത്. മധു സാറിനെ കുറിച്ച് ആളിൽ ചെയ്തു വെച്ച പടങ്ങളൊക്കെ പറ്റി ആലോചിക്കുമ്പോ, ഇപ്പൊ അമരം പോലുള്ള സിനിമയെ പറ്റി ആലോചിക്കുമ്പോ ഞാൻ ദൈവമേ, ഒരു ബിഗിനർ ആയിട്ടുള്ള ഞാൻ അഭിനയിക്കുന്നത് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളുടെ ക്യാമറയ്ക്ക് മുന്നിലാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മധു സാർ ഒരു കോൺട്രിബ്യൂഷൻ. എനിക്ക് നമ്മുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ സാറ് ഭയങ്കര കുറച്ചൊരു വൈകാരികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും സാർ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ചെയ്യാൻ. സാറിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ ആക്ച്വലി മധു സാറിനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത് സിനിമയിലൊക്കെ വരുന്നതിന് വളരെ മുന്നേ മദ്രാസിൽ വെച്ചിട്ട് സത്യം തിയേറ്റർ നടത്തിയ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ്. അന്ന് സ്റ്റേജിൽ മധു സാറ് പറഞ്ഞൊരു ഓഡിയൻസിന്റെ ഒരു ചോദ്യത്തിന് പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഒരു പുസ്തകം മുഴുവൻ വായിച്ചിട്ട് ആ വരി നന്നായിരുന്നു എന്ന് പറയുന്ന പോലെയുണ്ട് നിങ്ങൾ ആ ഷോട്ട് നന്നായിരുന്നു പറയേണ്ട. അതിന്റെ യഥാർത്ഥ അർത്ഥം പരിപൂർണമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ് മധു അമ്പാട്. നമ്മളൊരു ഷോട്ട് വെക്കുന്നത് ആ ഷോട്ട് നന്നാവാൻ വേണ്ടിയിട്ടല്ല മധു സാറ് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത്, ആ സിനിമ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഒരു നോവൽ മുഴുവൻ വായിച്ചിട്ട് ആ വരി നന്നാവെന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. അപ്പൊ പലപ്പോഴും നമുക്കിഷ്ടപ്പെടുന്ന ഒരു ആംഗിളോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ഇത് മസാറെടുത്ത് പറഞ്ഞാൽ മസാർ അതിന്റെ മീനിങ് എന്താണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അത് സിനിമയ്ക്ക് അതെങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സിനിമയുടെ നറേറ്റീവിന് അതെങ്ങനെയാണ്, അത് കറക്റ്റായിട്ട് മസാറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും മസാർ അതിൽ നിന്നാണ് ഇംപ്രൂവൈസ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും ആ ഷോട്ടിന്റെ ഭംഗിയല്ല, ആ സിനിമ കാണുമ്പോൾ ഉള്ള ഭംഗിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മകൻ ദർശനും ഉണ്ടായിരുന്നു. മത്സാറിന്റെ ശരിക്കും ഞാൻ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നത് ആ ഒരു സാറിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അത്രയും ഡേയ്സ് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഫീൽ ആയിരുന്നു. അത് സിനിമാറ്റോഗ്രഫിയിലുള്ള മാസ്റ്റർ ക്ലാസ് മാത്രമല്ല, സാർ എനിക്ക് ഫിസിക്സ് വരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്തോ ഒരു ഭയങ്കര ഷോട്ട് എടുക്കുന്ന സമയത്ത് സാറ് ലൈറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ അരുണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പറ്റില്ല നമുക്ക് ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ചുമ്മാ നമ്മുടെ സജഷൻ സാർ അത് ഇങ്ങനെ ചെയ്താൽ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാർ പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ളവർ പോയി സാർ പറഞ്ഞാൽ ലൈറ്റ് ചെയ്യും മുതലോടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു പേപ്പറും പേന എടുത്ത് വെച്ച് തന്നിട്ട് സാർ ബേസിക് ഫിസിക്സ് ആണ് എനിക്ക് പറഞ്ഞത്. എന്തുകൊണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഫിസിക്സിനെ ഡിഫൈ ചെയ്യുന്ന പോലെ ആയിപ്പോവും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഇൻസ്റ്റൻസിൽ ആക്ച്വലി ഞാൻ അവിടെ വരുമ്പോ
ടേബിളിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ സിനിമയിലെ കാണുന്ന ഒരു ബ്ലൂ പ്രിന്റ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മധു സാറ് മൃദുലും വരച്ച് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ പേപ്പർ സൂക്ഷിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ സാർ നടത്തുന്ന കോൺവെർസേഷൻസ് എന്നൊക്കെ പറഞ്ഞ അതൊരു എൻസൈക്ലോപീഡിയ ആണ്. ആള് പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ സാറ് ശരിക്കും IIT-ലും നമ്മുടെ FTI-ലും ഒരേ ദിവസമാണ് സാറിന് അഡ്മിഷൻ കിട്ടുന്നത്. അത് IIT വേണ്ടെന്ന് വെച്ചിട്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത്. ബോൺ ജീനിയസ് ആണ്. അപ്പം സാറിന്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നൊരു മാസ്റ്റർ ക്ലാസ് ഉണ്ട്, ഒന്ന് നമുക്ക് സയൻസ് പഠിക്കാം. പിന്നെ സാറ് സിനിമയായിട്ട് വന്നിട്ട് എത്രയോ വർഷങ്ങളായി. സാർ ഓരോ സിനിമകളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് നമുക്കതൊരു ആ രീതിയിൽ ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സാറിനോട്. ചെറുതോടയിൽ നമ്മൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൂടെ പാസ് ചെയ്തപ്പോൾ മധു സാറ് വൈശാലിയുടെ ലൊക്കേഷൻ ഏതാണ്ട് ചില പോർഷൻസ് അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ കാണുമ്പോൾ വളരെ സീനിയർ ആണ്, വളരെ സീരിയസ് ആണെന്നൊക്കെ ആയിരിക്കും. വളരെ ഫൺ ടു ബി വിത്ത് ആയിട്ടുള്ള ഒരു കക്ഷിയാണ്. വളരെ വൺ ലൈനർ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അടിക്കുന്നത്. നമ്മളിങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ആക്കുന്നതാണ്. ഭയങ്കര ഷാർപ്പായിട്ട് വന്ന് എന്ത് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. നല്ല മനോഹരമായ ലൊക്കേഷനിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറെ ഭംഗിയൊക്കെ ആൾക്കാർക്ക് ഇതിൽ കിട്ടുമല്ലോ അല്ലേ? ഹൈ റേഞ്ച് ഫീൽ ചെയ്യാനായിട്ട്, ആ ഒരു ജേർണി ഫീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ഈ സിനിമയുടെ ഇതൊരു ലുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിനിമ, ഇത് കുറച്ചും കൂടെ സിംപിളർ ആയിട്ടുള്ള സിനിമ. അപ്പൊ ആ ഒരു സിമ്പിൾ സിനിമ, ഒരു സിമ്പിൾ നറേറ്റീവിന് വേണ്ട പശ്ചാത്തലം, അതിന് വേണ്ട ഒരു സെറ്റിങ്, പിന്നെ വളരെ സാധാരണക്കാരായ രണ്ട് ക്യാരക്ടേഴ്സ്, സനൽ ലീന എന്ന് പറയുന്ന വളരെ സാധാരണക്കാരായ രണ്ട് കഥാപാത്രങ്ങൾ. സനലായിട്ട് ഉണ്ണിമുകുന്ദനും അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഉണ്ണി അപർണയും ഇത്രയും സാധാരണക്കാരായിട്ട് അഭിനയിച്ച വേറെ സിനിമ വളരെ കുറച്ച് സിനിമകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നത് ഉണ്ണിയുടെ കരിയറിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയായിട്ട് പറയാം എന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് എനിക്കുണ്ട്. അപർണയുടെ കേസിലും അപർണയും എസ്പെഷ്യലി അവരുടെ കെമിസ്ട്രി. നമ്മൾ ആസ് എ ഡയറക്ടർ നമുക്ക് എപ്പോഴും എക്സൈറ്റ്മെന്റ് തോന്നുന്നത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഗീവ് ആൻഡ് ടേക്ക് വളരെ കറക്റ്റ് ആയിട്ടായിരിക്കും. അപ്പം ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇപ്പൊ ലൂക്കയെ സംബന്ധിച്ച് അഹാനയും ടോവിനോയും തമ്മിൽ അതുണ്ടായിരുന്നു. ഇതിലും ഉണ്ണിയും അപർണയും തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ്. ഒന്നാമത്തെ കാര്യം, ഇവർ ത്രൂ ഔട്ട് സെറ്റിലുണ്ട്. രാവിലെ മുതൽ വിജിതയ്ക്ക് അറിയാലോ, വിജിത ഈ സിനിമയുടെ പാർട്ടായിട്ട് ആസ് ആൻ ആക്ടർ യു ആർ ദേർ. അപ്പോൾ ഇവർ രണ്ടുപേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാ രീതിയിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. നമ്മൾ അവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ണി പലപ്പോഴും ഉണ്ണിയുടെ പോർഷൻസ് വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന പല സിറ്റുവേഷൻസ് നമ്മുടെ അടുത്ത് അതിന്റെ റെക്കോർഡ്സ് ഉണ്ട് പറയുമ്പോ. അതുപോലെ ഓരോ ദിവസവും എത്രയോ പേരാണ് അപർണേനെ ഉണ്ണിയെ കാണാൻ വന്നിരുന്നത്, അവരൊരുമിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നു. ആ ക്യാരക്ടേഴ്സ് ആയത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഷൂട്ട് കഴിയുമ്പോൾ രണ്ടുപേർക്കും ഇങ്ങനെ മെസ്സേജ് പറഞ്ഞിരുന്നു, നമ്മൾ എഴുതുമ്പോ എന്താണോ നമുക്ക് മനസ്സിൽ ഇത് വേണം, ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് എക്സാക്ട് നമ്മൾ ഭയങ്കരമായിട്ടൊന്നും അവർക്ക് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അവര് രണ്ടുപേരും സ്ക്രിപ്റ്റ് നേരത്തെ ഫുൾ വായിച്ചിട്ടാണ് ഷൂട്ടിന് വരുന്നത്. പക്ഷെ അവരത് കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ആ ക്യാരക്ടറിന്റെ സ്കിന്നിലേക്ക് കയറുന്നത് കാണാൻ ആസ് എ റൈറ്റർ നമുക്ക് സൈഡിലിരുന്നത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്നിട്ടും പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ ഒരു നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണ്ണി, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് കാണാത്തൊരു, കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വലിയ സിനിമകളും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് വളരെ റിലേറ്റബിൾ, നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ സഹോദരനോ അയൽവക്കത്തെ ആളെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീല് തരുന്ന പോലത്തെ ഒരു പോർട്രയിലാണ് ഉണ്ണി സനലിനെ ചെയ്തിരിക്കുന്നത്. വേറെ അപർണ ഓൾസോ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ സ്കിന്നിലേക്ക് കയറിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സംഭവം ഡെലിവറി. മാത്രല്ല ഈ സിനിമയിൽ പറയുന്ന രണ്ട് ഡിഫറെന്റ് കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടത്തിലെ ഉണ്ണിയുടെ ലുക്ക് മാത്രമല്ല, ഉണ്ണിയുടെ വേ ഹി പെർഫോമൻസിൽ ബോഡി ലാംഗ്വേജിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അത് വളരെ ഭംഗിയായിട്ട് അത് ഉണ്ണി റെൻഡർ ചെയ്തിട്ടുണ്ട്. ഉണ്ണിയും അപർണയും രണ്ടുപേരും ആ നാട്ടൊരു ഹൈ റേഞ്ചുകാരനായ ഒരു പയ്യനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് ആ സംഭവം. എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയുടെ ഒരു മെയിൻ USP എന്ന് പറയുന്നത് ഇവരുടെ കെമിസ്ട്രിയും ഇവരുടെ ക്യാരക്ടേഴ്സ് ആയി. വിജിതയ്ക്കുള്ള എക്സ്പീരിയൻസ് പറയും. അതെ, വിജിതയുടെ അഭിനയ എക്സ്പീരിയൻസ്. കോ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് സിനിമയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ച് ആദ്യ നിരകളിൽ നമുക്കിങ്ങനെ എന്താ പറയാ, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്നതിൽ
ഒരു ക്യാരക്ടറും ഒരു സിനിമയാണ്. കാരണം ഡയലോഗ്സ് ഒക്കെ പറയാനും നമുക്ക് എല്ലാ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെയൊക്കെ ഒരു കോമ്പിനേഷൻ സീൻസും ഒക്കെ വരുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി അതൊരു സന്തോഷമാണ്, ചാലഞ്ചിങ് ആണ്, പേടിയാണ് ഒക്കെ ആയിരുന്നു. പക്ഷെ സെറ്റ് ഭയങ്കര കൂളായിരുന്നു. അപ്പൊ ഇതിലേക്കുള്ള എൻ്റെ എൻട്രിന്റെ മെയിൻ റീസൺ ഇതിന്റെ പ്രൊഡ്യൂസറാണ് സലീം അഹമ്മദ്. ഞങ്ങളൊരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടത്. അവിടെ നിന്നിട്ട് ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എൻ്റർ ആവുന്നത് ഈ സിനിമയിൽ. പിന്നെ നിങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനി എന്നുള്ള ഞാനാണോ അറിയുന്നത്. പിന്നെ എനിക്ക് ഉണ്ണിമുകുന്ദൻ സംസാരിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, അപർണ സംസാരിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ബിഗിനർ ആയതുകൊണ്ട് ഇതെല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളൊരു പേടിയാണ്. പക്ഷെ രണ്ടുപേരും ഭയങ്കര കൂൾ ബഡ്ഡീസ് ആയിരുന്നു. ഞാൻ കുറെ കഥകളൊക്കെ ഇവര് പറയുമ്പോൾ ഞാൻ ഇത്ര കൂളാണല്ലേ എനിക്ക് സംസാരിക്കല്ലേ. അതെ അതെ. അപ്പോ ഒരു സിനിമ നമ്മൾ ആദ്യം ചെയ്യുന്ന സിനിമകളും അല്ലെങ്കിൽ എല്ലാ സിനിമകളും നമുക്കൊരു ലേണിംഗ് ആണ്. അപ്പൊ എനിക്ക് സിനിമ ഒരു കൂളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെ മനസ്സിലായ ഫസ്റ്റ് സെറ്റ് ഓഫ് സിനിമകളിൽ അതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ് മിണ്ടിയും പറഞ്ഞു. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ വിജിത സലിമക്ക ത്രൂ ആണ് വന്നത്. സലിമക്കനെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങളെ രണ്ട് ആൻഡ് ഓസ്കാർ ഗോസ്റ്റും ലൂക്കയും ഏതാണ്ട് ഒരേ സമയത്ത് ഇറങ്ങിയ സിനിമകളാണ്. 2 വീക്സിന്റെ ഗ്യാപ്പിൽ ഇറങ്ങിയ ഇതിന് ഏതാണ്ട് ഒരു ഫ്യൂ മന്ത്സിന് ശേഷം, റിലീസ് ചെയ്ത മാസങ്ങൾക്ക് ശേഷം ഓസ്കാർ ഗോസ്റ്റുവിന്റെ തിരക്കഥയും ലൂക്കയുടെ തിരക്കഥയും ഖത്തറിൽ ഷാർജ ബുക്ക് ഫെസ്റ്റില് ടൊവിനോ തന്നെ റിലീസ് ചെയ്യണ്ടായി. അന്നാണ് ശരിക്കും സലീമക്കായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത്. സലീമായിട്ടുള്ള ഒരു വളരെ ലോങ് കോൺവെർസേഷൻസ് അന്നുണ്ടായി. ഇതിന് ശേഷമാണ് ഞങ്ങൾ പലപ്പോഴായിട്ട് സംസാരങ്ങളുണ്ടാകുകയും പിന്നെ ഈ ഒരു സിനിമയുടെ സ്വഭാവം, ഈ സിനിമയുടെ ഒരു നറേറ്റീവ് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് സലീമിന്റെ അടുത്ത് വളരെ ബോൾഡായിട്ട് ഞാനിത് കഥ പറയുന്നത്. ഇത് നേരത്തെ സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സെറ്റ് ഭയങ്കര ഒരു ഫൺ പരിപാടിയായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന പടം ഒരു പൊടിക്ക് സീരിയസ് ടോണുള്ള സിനിമയാണെങ്കിലും പക്ഷെ അതിന്റെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ ചീഫായിരുന്ന രാജേഷ് അടൂര്, കോസ്റ്റ്യൂം ചെയ്ത ഗായത്രി, എല്ലാവരും ലൈവ് വയർ ആളുകളായിരുന്നുകൊണ്ട് സെറ്റ് ഭയങ്കര ഫണ്ണായിട്ട് അത് സിനിമ എനിക്ക് തോന്നുന്നു മേക്കിങ്ങിനെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ തന്നെ മൃദുലിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്റെ രീതി എന്താവും. ഞാൻ ഫസ്റ്റ് ലൂക്ക ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. വി നീഡ് ദ റൈറ്റ് പീപ്പിൾ ടു വർക്ക് വിത്ത്. ബെസ്റ്റ് ആൾക്കാർ വേണം നിർബന്ധമില്ല. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ തന്നെ എല്ലാവർക്കും അവരുടെ സിനിമയുടെ മേലൊരു ഓണർഷിപ്പ് ഉണ്ടാവും. എല്ലാവർക്കും ആ സിനിമ നന്നായി വരണം എന്നുള്ളൊരു ചിന്തയുണ്ടാകും. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ എല്ലാവരും അവരുടെ ജോലി ചെയ്തിട്ട് പോകും. സോ ഇവിടെ എല്ലാവരുടെയും ആ രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ആസ് എ ക്രിയേറ്റർ, ആസ് എ സംവിധായകൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. ഈവൻ ആർട്ടിസ്റ്റിന്റെ കേസിലായി ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെയാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സിനിമ ഈ സിനിമയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ചൂസിങ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഇപ്പൊ ലൂക്കി ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഏത് സിനിമകളാണെങ്കിലും ഇപ്പൊ അരുൺ ബോസിന്റെ ഡയറക്ടർ ഈ ഒരു ആക്ടേഴ്സ് എനിക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത് ചിലപ്പോൾ എങ്ങനെയത് ഇത്തിരി നേരത്തെ കോൺവെർസേഷനിലാണോ മനസ്സിലാക്കുക? ആക്ച്വലി ഫസ്റ്റ്ലി ഒരു ഇൻഡ്യൂഷൻ തന്നെയാണ്. പോയി ഒരു ആർട്ടിസ്റ്റുമായിട്ട് മീറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ച് അവരെത്രമാത്രം അതിനകത്ത് കാണിക്കുന്ന ഇൻവോൾവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് എത്രമാത്രം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുള്ളൊരു ഒരു വൈബ് നമുക്ക് അപ്പൊ തന്നെ കിട്ടും. ഉണ്ണിയുടെ ഫസ്റ്റ് മീറ്റിംഗിൽ എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തത്. ഉണ്ണി ഇതിനകത്ത് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ ഇൻവോൾവ്മെന്റ് കാണിക്കുന്നുണ്ട്. സെയിം തിങ് ടൊവിയെ ലൂക്കയ്ക്ക് എത്രയോ വർഷം, ലൂക്ക ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. ആ ഒരു മീറ്റിംഗിൽ നമുക്ക് കിട്ടിയ ഒരു വൈബ് ഉണ്ടല്ലോ, എത്രമാത്രം അവർക്ക് ചെയ്യണം അത്രയധികം ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അപർണയെ നമ്മൾ വേറൊരു ഫിലിം സെറ്റിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. സലീം ഖാനെ പ്രൊഡ്യൂസ് ചെയ്ത സുന്ദരി ഗാർഡൻസ് എന്ന് പറയുന്ന പടത്തിന്റെ സെറ്റിൽ വെച്ചാണ് അപർണയെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. എന്നാൽ കഥ കേട്ട ഉടനെ തന്നെ അപർണ കാണിച്ചൊരു എക്സൈറ്റ്മെന്റും, നമ്മളപ്പോൾ കാണുന്നത് ഒരു ആർട്ടിസ്റ്റിനെ അല്ല, നമ്മുടെ ഒരു കൊളാബറേറ്ററെയാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഹാൻഡാണ്. അതാണ് നമ്മളവിടെ കാണുന്നത്. ഈവൻ ടെക്നീഷ്യൻസിന്റെ എല്ലാ കേസിലും അതെ. ലൂക്കയിൽ നിന്നുള്ള പല ടെക്നീഷ്യൻസ് ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സൂരജ് എസ് കുറുപ്പാണ് മ്യൂസിക് ഡയറക്ടർ. ലൂക്കയുടെ പാട്ടുകൾ അറിയാം. ഇതിലെ പാട്ടുകളും സൂരജ് തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്കോർ സൂരജ് തന്നെയാണ്. ആർട്ട് ചെയ്ത അനീസ് നാടോടി. ലൂക്കയിലും അനീസാണ്, ഇതും അനീസാണ്. അനീസിൽ നിന്ന് ലൂക്കയിൽ കണ്ടതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ആർട്ട് സെറ്റപ്പാണ് ഇതിൽ കാണുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പശ്ചാത്തലം.
അവിടെ നമ്മൾ പലതും ഫില്ല് ചെയ്യായിരുന്നു. വേറെ മിണ്ടി പറഞ്ഞു പറഞ്ഞ സിനിമയിൽ നമ്മളൊരു ലൊക്കേഷൻ കണ്ടുകഴിഞ്ഞാൽ അതിനെ കൂടുതൽ ടാമ്പർ ചെയ്യാതെ അതിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അതിലേക്ക് കുറച്ച് ആഡ് ഓൺസ് മാത്രം ചെയ്യുന്ന രീതിയിലൊരു രീതിയാണ് ഫോളോ ചെയ്തത്. കാരണം നമ്മൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്യുന്നത്. അതിനെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ അതിനാദ്യം കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് ഉള്ള ഫെസിലിറ്റിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആഡ് ചെയ്യുക. സോ ഇത് രണ്ട് തരം സിനിമകളാണ്. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്നീഷ്യൻസ് പലരും സെയിം ആണ്. മധുസാറിന്റെ കേസിൽ ഞാൻ ആക്ച്വലി UK പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി യങ്ങസ്റ്റ് ക്യാമറമാൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. നിമിഷിന്റെ ഫസ്റ്റ് വർക്കായിരുന്നു. ഓൺ കോൺട്രാസ്റ്റ് മിണ്ടിയും പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഏറ്റവും എൽഡർ, ഏറ്റവും സീനിയർ DOP കൂടെയാണ് വർക്ക്. സോ ഇത് രണ്ടും എക്സ്പീരിയൻസ് വൈസ് ഡിഫറെന്റ് ആണ്. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാറ് ഇവരെ വെച്ചിട്ട്. മധുസാറിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകൾ ഡിഫറെന്റ് ആണ്. മസാറിന്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മസാറിന്റെ ശൈലി ഡിഫറെന്റ് ആണ്. ഫോർ മീ ഇറ്റ്സ് അഗൈൻ എ ഡിഫറെന്റ് ലേണിംഗ് ഓൾസോ. എന്നാൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടിയാണ് വർക്ക്. ഇവിടെ വഴക്കൊന്നുമല്ല നമ്മളെല്ലാം. ഇവിടെ ക്രിയേറ്റീവ് കോൺഫ്ലിക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടാവുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് വിശ്വസിക്കാം. നല്ലൊരു ഔട്ട്പുട്ട് അവിടെ ഉണ്ടാവുന്ന കാര്യം വളരെ ക്ലിയർ ആണ്. അരുൺ ബോസുള്ള ഡയറക്ടറുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ആസ് എ വ്യൂവർ കേട്ടോ, നമുക്കിങ്ങനെ ഒരു വാട്ടർ കളറിന്റെ ഒരു പാലറ്റ് ഇങ്ങനെ തുറന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കളേഴ്സ്, ഐ മീൻ കാണുന്ന സ്ക്രീനിന്റെ കാര്യം ഞാൻ പറയട്ടെ, കുറെ കളേഴ്സ് ഇങ്ങനെ ചാലിച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. ഇതങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? കളേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ തോന്നൽ തെറ്റാണ്? അല്ലല്ല, ഞാൻ പറയുന്നത് ബേസിക്കലി ഞാൻ ആർട്ടിസ്റ്റ് ആണ്, ഞാൻ വരയ്ക്കും. അപ്പോ പല മെത്തേഡ്സിലും പല മോഡ്സ് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്. അത് യങ്ങർ ഏജ് പോലെ ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും അല്ല ഇതിന്റെ ആസ്പെക്ട്. പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ജോണറാണോ, സിനിമ ഏത് തരം ജോണർ. ലൂക്ക എന്നൊരു സിനിമ എന്നെ നന്നായിട്ട് അറിയാവുന്നവർ പ്രതീക്ഷിക്കാത്തൊരു സിനിമയാണ് ലൂക്ക. കാരണം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഷോർട്ട് ഫിലിംസ് ചെയ്ത് നടന്നിരുന്ന ഒരാളാണ്. അതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സറിയൽ വേൾഡ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ സ്വഭാവം കൊണ്ടുവരാനായിട്ട് ഞാൻ എന്നെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തൊരു സിനിമയാണ് ലൂക്ക. ഒരുപക്ഷെ മിണ്ടിയും പറഞ്ഞ പോലത്തെ സിനിമയാണ് എന്നിൽ നിന്ന് എന്നെ വളരെ അറിയാവുന്ന ആൾക്കാർ ആദ്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് റിയാലിറ്റി ആയിട്ട് പോർട്രേ ചെയ്യാനാണ്. അപ്പം സിനിമ ഏത് ജോണറിലാണോ, ഇപ്പൊ എനിക്കൊരു ആക്ഷൻ സിനിമയുടെ ഒരു പ്ലാൻ ഉണ്ട്. അതിന്റെ വേൾഡ് ഡിഫറെന്റ്, പല റലംസിൽ നടക്കുന്ന ഒരു കഥ പോലെയാണ്. അതിന്റെ ഒരു വിഷ്വൽ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല. ഇത് ഈ രണ്ട് സിനിമയുടെ സ്വഭാവത്തിലേ അല്ല. അത് കുറച്ചും കൂടെ വേറെ തരം ടോണിലും ടെക്സ്ചറിലും വേറെ തരം ആർട്ട് വർക്ക് പോലെ ഫീൽ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എല്ലാത്തരം ജോണർ സിനിമകൾ കാണുന്ന ആളാണ്. എല്ലാ തരം ആർട്ട് വർക്കുകളും ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് എന്റെ ക്രിയേഷൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ ജോണർ എന്താണോ ആ ജോണറിനെ മനസ്സിലാക്കി അതിന് പറ്റുന്ന ഒരു ഓഡിയോ വിഷ്വൽ സ്വഭാവം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എനിവേ ഈ ഒരു സിനിമ കാണാൻ വരുന്നത് എനിക്ക് സ്പെഷ്യലി നമ്മള് ഒരു ഫെസ്റ്റീവ് സീസണിലാണ് നമ്മളിത് കൊടുക്കാൻ പോണത്. December 25th ക്രിസ്മസ് ആണ്. ഇത് കാണാൻ വരുന്ന ഒരു ഒന്ന് ഉറപ്പാണ്, ഫാമിലിക്ക് സുഖമായി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയാ സന്ദേശം എന്തായിരിക്കും, ഒരു സ്നേഹ സന്ദേശം എന്തായിരിക്കും? ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രോമിസ് എന്ന് പറയില്ല. അതിനെക്കാട്ടിലും നമ്മളൊരു ഫ്രണ്ടിനോട് പറയുകയാണെങ്കിൽ എന്താ പറയാ, അതിങ്ങനെ നല്ലതാണോ ഇങ്ങനെ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ഒരു പ്രോമിസിന്റെ ആവശ്യമില്ല അവിടെ. മിണ്ടിയും പറഞ്ഞു തിയേറ്ററിൽ വന്ന് കുടുംബത്തോടെ നമ്മുടെ പാർട്ട്ണറുടെ ഒപ്പം വളരെ പാർട്ട്ണർ ഇല്ലാത്തവർക്കും കാണാം, ഒരു കുഴപ്പമില്ല. പാർട്ട്ണർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സിംഗിൾ വ്യക്തിയാണെങ്കിൽ കൂടി കുഴപ്പമില്ല. പക്ഷെ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മുടെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാവാൻ പോകുന്നതും അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതും ഒക്കെ ആകാം. ഈ രീതിയിൽ പല രീതിയിൽ നിങ്ങളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാം. സിനിമ ഒരിക്കലും ഒരു മെസ്സേജ് അല്ല സിനിമയുടെ അടിസ്ഥാനം. സിനിമ ഉണ്ടാക്കേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ക്രിയേറ്റർ എന്നുള്ള രീതി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്യും, ഞങ്ങൾ മനസ്സിൽ കണ്ട ഒരു എക്സ്പീരിയൻസിനെ പ്രേക്ഷകർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വിടുക എന്നുള്ളത് മാത്രമേ ഒരു സിനിമയുടെ ധർമ്മമായിട്ട് ഞാൻ കാണും. ഈ സിനിമ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. വളരെ റിലാക്സ്ഡ് ആയിട്ട്
വളരെ ഹാപ്പി ആയിട്ട് തിയേറ്ററിലിരുന്ന് ഈ മൊമെന്റുകളെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക്, ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഈ മിണ്ടിയും പറഞ്ഞെന്നുള്ള പേര് തന്നെയാണോ ഏറ്റവും ആദ്യം ഫിക്സ് ചെയ്തേ? എന്തൊക്കെ പേരുകളിലൂടെ നിങ്ങൾ പോയി? എനിക്ക് അത് അറിയണം. മിണ്ടിയും പറഞ്ഞ പേര് പോസ്റ്റ് ഷൂട്ട് നമ്മൾ ഫിക്സ് ചെയ്ത പേരാണ്. അതിന്റെ പ്രൊഡ്യൂസർ സലീം മുഹമ്മദ് സജസ്റ്റ് ചെയ്ത പേരാണ്. നമ്മള് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുകളിലൂടെ പോയിട്ടുണ്ട്. ഒരു പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നനവ് എന്ന് പറഞ്ഞൊരു പേര്. നനവ്, ഈർപ്പം, മഴ കൊണ്ട് മാത്രം എന്നൊക്കെയുള്ള പല ഇതിൽ കുറച്ച് പോയറ്റിക് ആയിട്ട് നിൽക്കുന്ന എന്നാൽ ഒരു ആർദ്രതയുള്ള വാക്കുകളാണ് നമ്മൾ തെരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കതൊന്നും അങ്ങനെ ഒരു ഫിറ്റിന് ആവുന്നില്ലായിരുന്നു. അപ്പൊ നമ്മള് പേരിടാതെയാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മള് ഫർദർ ബ്രെയിൻ സ്റ്റോമിങ്ങിലാണ് ഈ മിണ്ടിയും പറഞ്ഞു വന്ന പേരിലേക്ക് വരുന്നത്. ആ പേര് സജഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് there was no looking back. അതിനൊരു വേറൊരു ഓപ്ഷൻ നമ്മൾ ആലോചിച്ചിട്ട് പോലും ഇല്ല. ആ സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും അത് ഇതൊക്കെ അറിയാം അത് വളരെ ആപ്റ്റ് ആണ് അത്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ ക്രിസ്മസിന് നിങ്ങൾ ഫാമിലി ആയിട്ട് പടം കാണണമെന്ന് തീരുമാനിക്കുമ്പോൾ ഈസിലി ചൂസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ്. വളരെ ഗ്രൗണ്ടഡ് ആണ്. നിങ്ങൾക്ക് വളരെ സ്നേഹമുള്ള ആർട്ടിസ്റ്റുകളാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന സിനിമയായിരിക്കും. നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾ ഇനിയും നമ്മൾ കേൾക്കും, പുതിയ പാട്ടുകളൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു പോയട്രി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പാട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വിവിധ റിലം ഓഫ് ലൈഫിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം അത് ഒരു കോസി വാച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രത്യേകിച്ച് ടെൻഷനുകളൊന്നും ഇല്ലാതെ കുറച്ച് സന്തോഷത്തോടെ ഇരുന്ന് കാണാം. സിനിമ തരുന്ന ഒരു എക്സ്പീരിയൻസിൽ ചിലപ്പോൾ ചെറിയ ടെൻഷനുകളൊക്കെ തോന്നിയേക്കാം. എന്നാലും ഒരു പെർഫെക്റ്റ് ഫാമിലി വാച്ച് ആയിരിക്കും വീട്ടിൽ. പൊതുവെ ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മള് ഒരു വീട്ടിലെ 4 പേര് അങ്ങനെയല്ലോ, നമ്മള് ആരൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരും ചേർന്നിട്ടാണ് അത് സിനിമയാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ മിണ്ടിയും പറഞ്ഞും അങ്ങനെ മിണ്ടിയും പറഞ്ഞും തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യല്ലേ. പലപ്പോഴും പറയാറുണ്ട് ഈ ജനറേഷൻസിന് എല്ലാ ജനറേഷനും ചേർന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ വളരെ കുറവാണ്. പലരും പല കംപ്ലൈന്റ് ആയിട്ടും നമ്മൾ സിനിമാക്കാരനെ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്, ഇത് അങ്ങനെ ഒരു സിനിമയല്ല, ഇത് എല്ലാ ജനറേഷൻ ഏത് പ്രായക്കാർക്കും വരിക, കാണുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, ഒരു ചിരിയോടെ ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു ചെറിയ നനവോടെ ഇറങ്ങിപ്പോവാം. ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യട്ടെ. ഇപ്പോ നമ്മുടെ മലയാളികളുടെ ഒരു എന്താ പറയാ സിനിമ കാണൽ എന്ന് പറയുമ്പോ ഇപ്പോ അതുവരെ കാണാത്ത എന്തെങ്കിലുമൊക്കെ കാണുമ്പോ അങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് പലതരത്തിലുള്ള സിനിമകൾ ഇപ്പൊ ലോക കാണുമ്പോ ഉള്ള എക്കോ കാണുമ്പോ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കാണുമ്പോൾ ഒരു നമ്മുടെ ഒരു റേഞ്ച് വേറെ തന്നെ ലെവലാണ്. അപ്പൊ ആ പ്രേക്ഷകരിലേക്കാണ് നമ്മൾ ഈ കുടുംബ സിനിമ എത്തിക്കുന്നത്. അവിടെ എന്തെങ്കിലും ചാലഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക്? ഞാനതൊരു ചലഞ്ചായിട്ട് കാണുന്നില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ ഒരു സിനിമ ഓഡിയൻസുമായിട്ട് സംവേദിച്ചു കഴിഞ്ഞാൽ, ആ കണക്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറ്റൊന്നും മാനദണ്ഡമൊന്നുമില്ല, വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. അതിന്റെ അത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക, ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ്, അതിലവര് ലയിച്ചിരിക്കാൻ അവർക്ക് സാധിക്കുക, അവർക്ക് അതിലുള്ള മൊമെന്റുകൾ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സിനിമ, ഇത് ആൾക്കാർ പറയുന്നത് ഇത് ഇന്ന രീതിയിലുള്ള സിനിമയാണ്, തിയേറ്ററിക്കൽ സിനിമയാണ്, OTT പടമാണ്, അങ്ങനെയൊക്കെ പറയുന്നൊരു അതിലൊന്നും യാതൊരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു സിനിമയെ പരിപൂർണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററില്. സിനിമ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസ് മീഡിയം എന്ന് പറയുന്നത്? അതൊരു മാസിന്റെ ഒപ്പം മാത്രം ഒരു ക്രൗഡായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് ആസ്വദിക്കേണ്ട ഒരു മീഡിയമാണ് ഇപ്പോഴും സിനിമ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സിനിമയിൽ ഹീറോയും വില്ലനും പാട്ടിലുണ്ടെന്ന്. ആ വില്ലനെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാം. ആ വില്ലനെ ഒരിക്കലും സ്മോൾ സ്ക്രീനിൽ ഒരു രീതിയിൽ മാത്രമുള്ള സിനിമ കാണാൻ മാത്രമേ തിയേറ്ററിൽ എത്തൂ എന്ന് പറഞ്ഞ് ബക്കറ്റ് ചെയ്യുന്ന അവരെ നമ്മൾ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവർക്ക് ഇപ്പം പറഞ്ഞാൽ അവർക്ക് റിലേറ്റബിൾ ആയ, അവർക്ക് എന്താ പറയുക, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ആ വാക്കിനെയാണ് വീണ്ടും, റിലേറ്റബിൾ ആണെങ്കിൽ അവർ ആ തിയേറ്ററിലേക്ക് വരാനും അത് കാണാനും അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രേക്ഷകരാണ്. അപ്പൊ അതിന്റെ തന്നെയാണ്. അപ്പൊ എപ്പോഴും അത് റിലേറ്റബിൾ ആവണമെന്നില്ല. ചിലപ്പം നമ്മുടെ ഡ്രീം ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും ആളുകൾ തിയേറ്ററിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്യാൻ കാണുന്ന, അങ്ങനെയാണ് അതിനെ ബക്കറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് അല്ലെങ്കിൽ അവർക്ക് സാധിക്കാൻ പറ്റാത്തൊരു കാര്യം നായകൻ സാധിച്ചു കാണാൻ, അതൊരു കോമൺ ഓഡിയൻസിന്റെ അതിലാണ്. അതൊക്കെ അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഒരു സിനിമയെ സംബന്ധിച്ചിട്ട്. ഇനി നമ്മുടെ പടം
അടിപൊളിയാണ്. അതെ അടിപൊളിയാണ്. അപ്പൊ മിണ്ടിയും പറഞ്ഞും കാണാനായിട്ട് എല്ലാവരും മിണ്ടിയും പറഞ്ഞും എല്ലാരും കൂട്ടിയിട്ട് തന്നെ വരിക അല്ലേ? കാരണം ഡിസംബർ 25 ഡിസംബർ 25 തിയേറ്ററുകളിൽ പിന്നെയും പറഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ. All right.